കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നല്ലവണ്ണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുകയാണ്. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച് വൈകുന്നേരം വരെ ആ വിലയിരുത്തൽ പോവുകയാണ്. 248 ഇനങ്ങളിൽ 25 വേദികളിലായി 15,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതൊരു 13,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ. ഇനി അപ്പീൽ ജില്ലകളിൽ നിന്നുള്ള അപ്പീലെല്ലാം കൂടെ ചേരുമ്പോൾ 15,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പരാതിരഹിതമായിട്ടുള്ള ഒരു യുവജനോത്സവം നടത്തണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്. പരാതിരഹിതമായിട്ടുള്ള ഇപ്പോൾ പലപ്പോഴും ഈ സമ്മാനം കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ജഡ്ജ് ശരിയല്ല എന്നെല്ലാം പറഞ്ഞുള്ള പരാതിയാണ് വരാൻ വേണ്ടി പോകുന്നത്. അടുത്ത വർഷം അല്ലെങ്കിൽ ഭാവിയിലോ എങ്കിലും ഇതിനൊരു ചെറിയൊരു നിയമനിർമ്മാണം ആവശ്യമാണെന്ന് കരുതുകയാണ്. ഇപ്രാവശ്യം ജഡ്ജസായി നിശ്ചയിച്ചിട്ടുള്ളത് 3 പ്രാവശ്യം തുടർച്ചയായി ജഡ്ജസ് ആയവരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, നിശ്ചയിച്ചിട്ടുള്ള ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ഡിക്ലറേഷൻ എഴുതി വാങ്ങുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ജഡ്ജസായി ഇരിക്കുന്നവർ പൂർണ്ണമായി പരാതിരഹിതമായിട്ടും കുറ്റമറ്റതായിട്ടും കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് ഒരു കാര്യം ഉള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ ലഹരി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഈ തൃശ്ശൂരിലെ മൈതാനം ചുറ്റി ഉള്ള ഒരു വിദ്യാർത്ഥികളുടെ ചങ്ങലയും തീർക്കുന്ന പരിപാടിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതാണ് പിന്നെ 14-ാം തീയതി അന്ന് രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മറ്റ് മന്ത്രിമാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. 18ാം സമാപന സമ്മേളനത്തിൽ മോഹൻലാൽ മുഖ്യ അതിഥിയായിരിക്കും. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ അതിലും പങ്കെടുക്കും. 2 ചടങ്ങുകളിലുമായിട്ട് മന്ത്രിമാർ ഡിവൈഡ് ചെയ്ത് പങ്കെടുക്കാൻ വേണ്ടി നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്.